25 പേര് വരുന്നുണ്ട്. എത്ര അംഗനവാടി ഉണ്ട്? 34 അംഗനവാടിയുണ്ട്. 445 പേര്. ഇവിടെ ആരാ ടീച്ചർ? മറ്റേ ചേച്ചി എത്ര വർഷമായി? 26 വർഷം. അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഹെൽപ്പറായിട്ട്. ശ്രീമതി ടീച്ചറായിരുന്നു അവാർഡ് നൽകിയത്. എനിക്ക് പാചകം ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. പാചകം ചെയ്യാനുള്ള സംവിധാനം ഗ്യാസാണ്. എല്ലാ അംഗൻവാടിയിലും ഗ്യാസാണോ കുക്കിങ്ങിന്? എല്ലാ അംഗൻവാടിയിലും 2 സിലിണ്ടറും കുക്കർ, പ്രഷർ കുക്കർ, 2 സിലിണ്ടർ, സ്റ്റവോട് കൂടിയുള്ള ഗ്യാസ് കണക്ഷൻ. പിന്നെ വൈദ്യുതീകരിച്ചിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ? കൃഷിഭവനിലാണ് എത്തിയിരിക്കുന്നത്. കൃഷി ഓഫീസർ രാജു സാറുണ്ട്, അതുപോലെ കുറേ കർഷകരുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പദ്ധതി? എന്താണ് കാർഷിക രംഗത്ത്? പാലക്കാട് താലൂക്കിലെ ഒരു പ്രധാന നെൽകൃഷി മേഖലയാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. 1870ഓളം ഹെക്ടർ സ്ഥലത്ത് ഞങ്ങൾ ഓരോ വേളയിലും നെൽകൃഷി നടത്തി വരുന്നുണ്ട്. ഈ മാറിയ ഒരു സാഹചര്യത്തിൽ നെൽകൃഷിയുടെ വിസ്തീർണം ഒട്ടും കുറയാതെ തന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും മറ്റുമൊക്കെ ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒട്ടും വയലുകൾ തരിച്ചിടാതെയും അത് തന്നെ കൂടുതൽ നെൽകൃഷി കൂടുതൽ വ്യാപകമാക്കാനും ഞങ്ങൾക്ക് ഈ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ പുതുതായിട്ട് കൃഷി വരുന്നുണ്ട്. കൃഷി ഒരു ആദായകരമായിട്ടുള്ള ഒരു നെൽകൃഷി ഒരു ആദായകരമായ ഒരു ലെവലിലേക്ക്. ഇവിടുത്തെ ഒരു കർഷകനാണല്ലേ? ഇങ്ങനെ പേരെങ്ങനെയാണ്? കെ വി രാജനാണ്. എത്ര സ്ഥലമുണ്ട്? ഒരു 8 ഏക്കറുണ്ട്. 2-3 ആളുടെ ഭാര്യ, മകൻ, എല്ലാരും കൂടെ ചേർന്നുള്ള 8 ഏക്കറയാണ്. ഇത്തവണ എത്ര നെല്ല് കിട്ടി? തർക്കമില്ല അല്ലെ? തർക്കമില്ലെന്നേ കൃഷിക്കാർ പറയുള്ളൂ. നമുക്ക് അതൊരു എത്ര? 5 വണ്ടിക്ക് 25 3 ടണ്ണൊക്കെ വരും. ഇതാണ് നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ പഞ്ചായത്ത് ഓഫീസ്. കൃഷിഭവൻ, കുടുംബശ്രീ, ട്രഷറി തുടങ്ങി വിവിധ ഇംപ്ലിമെന്റിംഗ് ഓഫീസുകളുടെ ഏകോപനം സാധ്യമാകുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസ് 1 മാസത്തിനകം ഇവിടേക്ക് മാറ്റാമെന്ന പ്രതീക്ഷയിലാണിവർ. സ്വാഗതമോതുന്നു ഏലപ്പുള്ളി, സ്വാഗതമോതുന്നു, സ്വാഗതമോതുന്നു ഏലപ്പുള്ളി, സ്വാഗതമോതുന്നു. ഗ്രീൻ കേരള എക്സ്പ്രസിലെത്തിയ മാന്യരേ, ബഹുമാന്യരേ, സ്വാഗതം സുസ്വാഗതം. NREGസിനെ പറ്റി ആരാണ് ഒരു അവതരണം നടത്തുക? നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 4559 89 രജിസ്ട്രേഷൻ ഉണ്ട്. അതിൽ 2952 പേരും ഇപ്പോൾ വർക്കിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 90%, അതായത് 2804 വ്യക്തികളും സ്ത്രീകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2,16,96,000 രൂപ നമ്മൾ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വർക്കുകൾ അവർ ചെയ്യുന്നത്? നീർത്തട വികസനവുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ഏറ്റെടുക്കുന്നത്. നീർത്തട വികസനം, കുളങ്ങൾ, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള തോടുകൾ, കനാലുകൾ, പിന്നെ ബണ്ടുകൾ എന്നിവയാണ് നമ്മൾ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കുളങ്ങള് നന്നാക്കിയതിന്റെ ഫലമായിട്ട് ജലസേചനം പുതുതായിട്ട് കിട്ടിയ ആരെങ്കിലും ഗുണഭോക്താക്കൾ ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടവരെ? ഞങ്ങളുടെ പ്രദേശത്ത് കനാല്, പാടത്തിന് നടക്കു വരുന്ന കനാലാണ് ഒരു ചളി നീക്കം ചെയ്ത് ജല നിർഗമനത്തിനുള്ള സൗകര്യം ചെയ്തപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് ക്രോപ്പിന് സാധാരണ കൊയ്യാനാവുന്ന പിട്ടില് വിളയുന്ന സമയത്താണ് കുറച്ച് ദിവസത്തേക്കുള്ള വെള്ളത്തിന്റെ ക്ഷാമം അനുഭവപ്പെടാറ്. ഈ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ആ ബുദ്ധിമുട്ട് നേരിട്ടില്ല. അതുകൊണ്ട് നല്ല ഈൽഡ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. എത്ര സ്ത്രീകൾ ഇപ്പോൾ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കുടുംബശ്രീയിലെ അംഗങ്ങൾ? കുടുംബത്തിൽ ഒരു 3000 ആളുകൾ പശു മേഖലയും അതുപോലെ കൃഷി മേഖലയും ഹോളോ ബ്രിക്സ്, വനിതാ ക്യാൻറ്റീൻ അങ്ങനെയുള്ള വിവിധ ഗ്രൂപ്പുകളിലായി 3000-ൽ കൂടുതൽ ആളുകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മൊത്തമായിട്ട് സ്ത്രീ പദവി പഠനം നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ത്രീ പദവി പഠനം നടത്തി റിപ്പോർട്ട് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്.
അതിലെന്താ വന്നേക്കുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങളോ ആവശ്യങ്ങളോ വന്നിട്ടുണ്ടോ? സ്ത്രീധനമാണ് ഇവിടുത്തെ ഒരു മഹാ വിഷയമായിട്ടുള്ളത്. സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത കുറെ ബുദ്ധിമുട്ടുന്ന സ്വർണത്തിന്റെ വിലയും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീധനം നിരോധനം അതിനെന്താണ് പഞ്ചായത്ത് ചെയ്യാനായിട്ട്? പണ്ടേ നിരോധിച്ചതാണ്. നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട് സാർ. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. അതിൻ്റെ അവിടെയുള്ള പ്രവർത്തനത്തിനപ്പുറം ഈ ഗ്രാമത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങൾക്കൊരു വലിയ സ്റ്റാഫ് ഉണ്ടല്ലോ അല്ലേ? മൊത്തം എത്രയുണ്ട്? 43 സ്റ്റാഫുണ്ട് സർ. 43 സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ആരോഗ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒന്ന് വിവരിക്കാമോ? നമുക്ക് 14 ഫീൽഡ് സ്റ്റാഫാണ് ഉള്ളത്. അതിൽ നമ്മൾ ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടുണ്ട്. അതിൽ എല്ലാ വീടുകളിലെയും കക്കൂസിൻ്റെ വെൻ പൈപ്പിൽ വല കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രൈ ഡേ ആചരിക്കുകയും എല്ലാ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റി കൂടി വാർഡ് തലത്തിൽ ക്ലീനിങ് നടത്തുകയും അതും ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ജയച്ചയാണ്. നമ്മൾ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ശുചിത്വത്തിനാണ് പ്രാധാന്യം കൊടുത്ത്, പരിസര ശുചിത്വത്തിനും വ്യക്തി ശുചിത്വത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഓരോ വീട്ടിലെയും സോഴ്സുകൾ, മൊസ്കിറ്റോ ബ്രീഡിംഗ് സോഴ്സസുകളും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളും ഒഴിവാക്കാനുള്ള ബോധവൽക്കരണവും, അത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് വാർഡ് തലത്തിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഓരോ ദ്രുതകർമ്മ സേനകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കയറിക്കൊണ്ട് തന്നെ അവരെ അവബോധമുണ്ടാക്കുകയും അതിനാവശ്യമായുള്ള ബ്രോഷറുകളും ലീഫ്ലെറ്റുകളും എല്ലാം പഞ്ചായത്ത് അടിച്ചു തരുന്നതാണ്. അത് മുഴുവൻ സപ്ലൈ ചെയ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ ടീച്ചേഴ്സിന് കഴിയണം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യാഭ്യാസ സാധ്യതകൾ. ഗുഡ് ഈവനിങ് സർ, ഞാൻ എലപ്പുള്ളി AP ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൗൺസിലറാണ്. ഇത് ശരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, സൈക്കോ സോഷ്യൽ പ്രൊജക്റ്റ് ആണ്. അതിന്റെ കീഴിൽ മലമ്പുഴ ബ്ലോക്കിന്റെ വന്നിട്ട് ആദ്യമായിട്ട് ഈ കൗൺസിലിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എലപ്പുള്ളി പഞ്ചായത്തിലാണ്, പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ബ്ലോക്കിന്റെ കീഴിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് കൗൺസിലിംഗ്? അങ്ങനല്ല, പ്രത്യേകിച്ച് ഇത് ഫോക്കസ് ചെയ്യുന്നത് അഡോളസെന്റ് ഏജിലുള്ള ഗേൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾ വരുന്നുണ്ടാവും. അത് അവരുടെ അക്കാഡമിക് ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ പിന്നെ സൈക്കാട്രിക് പ്രോബ്ലമായിട്ട് വരുന്ന കുട്ടികളുണ്ട്. അതുപോലെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ വെക്കേഷൻ ടൈമിൽ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അഡോളസെന്റ് ക്ലബ്ബുകളിലേക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാനും അതുപോലെ തന്നെ ഗ്രൂപ്പ് കൗൺസിലിങ്ങിനും ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിന്റെ ക്ലാസ്സുകൾ കൊടുക്കാനും പഞ്ചായത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടങ്ങളിലും പോയി എടുക്കാറുണ്ട്. വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു നടന്നത്. അങ്ങനെ ഈ കൂടിക്കാഴ്ചയും കഴിഞ്ഞതോടുകൂടി എലപ്പുള്ളി പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ജൂറിക്ക് കിട്ടിക്കാണും. സാമാന്യ ബോധം പോലും നിങ്ങൾ മനുഷ്യർ കാണിക്കുന്നില്ലല്ലോ. പൊതുസ്ഥലത്ത് തുപ്പുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ ചെയ്യരുത്. സാനിറ്ററി കക്കൂസുകൾ ഉപയോഗിക്കുക. ആരോഗ്യകരമായ ജീവിതം നയിക്കുക. എന്റെ കേരളം മാലിന്യമുക്തം.
നിങ്ങൾക്കറിയാമോ, ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ലംഘിച്ചാൽ 10,000 രൂപയിൽ കുറയാതെ പിഴയും 6 മാസം തടവും ലഭിക്കാം. പൊതുസ്ഥലത്തും വഴിവക്കിലും ഓടകളിലും ജലാശയങ്ങളിലും ചപ്പുചവറുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. മറക്കണ്ട, പൊതു ശുചിത്വം നമ്മുടെ കടമയാണ്. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. കണ്ണമാഷെ, ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ 2ാം ഘട്ടത്തിൽ എലപ്പുള്ളി എത്തി നിൽക്കുകയാണ്. അതെ. അപ്പോൾ അതിൽ നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അതേസമയത്ത് വളരെ അഭിനന്ദനങ്ങൾ. സ്കൂളിൻ്റെ വളരെ വിശദമായിട്ട് നിങ്ങൾ സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യം അതൊന്ന് എടുത്തു ചോദിക്കാനാണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. സ്കൂൾ കുട്ടികളുടെ കലാ കായിക അഭിരുചി പരിപോഷിപ്പിക്കുന്നതിന് പദ്ധതികളുണ്ടോ? അതിലെഴുതിയിട്ടുണ്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കായിക പരിശീലനം, പഞ്ചായത്ത് തല കലാകായികമേള, നാടകക്കളരി, നാടൻപാട്ട് കളരി, പിന്നെ സ്പന്ദനം, ചെണ്ട പരിശീലനം പെൺകുട്ടികൾക്ക്, അപ്പോൾ ആൺകുട്ടികളില്ല തോന്നുന്നു, പെൺകുട്ടികൾക്ക് ചെണ്ട പരിശീലനം, ശിങ്കാരിമേളം. അതെ. അപ്പം ഈ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാൻ പറ്റും? എലപ്പുള്ളി പഞ്ചായത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച പവിത്ര, വിചിത്ര പറഞ്ഞിട്ട് 2 പെൺകുട്ടികളുണ്ട്. ഒരു വീട്ടിലേതാണ്. പവിത്ര, വിചിത്ര. അവർ 2 പേരും, അവരുടെ അച്ഛൻ ചെണ്ടമേള അറിയുന്ന ആളാണ്. അപ്പോൾ പെൺകുട്ടികളെ ഇത് അഭ്യസിപ്പിക്കുകയും അപ്പം അത് സ്കൂളിൽ വന്നവർ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അവരുടെ ഒരു അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള പ്രോത്സാഹനമൊക്കെ നമ്മൾ വിദ്യാലയത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുകയുണ്ടായി. അതേ തുടർന്ന് രക്ഷിതാവിനെ വിളിച്ചു വരുത്തുകയും പഞ്ചായത്തിൻ്റെയും കൂടെ ഇടപെടലോടുകൂടി നമ്മൾ മറ്റു കുട്ടികൾക്ക് കൂടി. അല്ല, അപ്പോൾ ഈ ചെണ്ടമേളം പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ? പെൺകുട്ടികളാണ് ഇനി മുന്നിലേക്ക് വരേണ്ടത്. അത് ശരി. എത്ര പെൺകുട്ടികൾക്ക് ചെണ്ട കൊട്ടാൻ അറിയാം? അപ്പോൾ ചെണ്ട കൊട്ടാൻ അറിയുന്നവർ അവരാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്ന ഒരു 20ഓളം കുട്ടികളുണ്ട്. പിന്നെന്താ ഈ ശിങ്കാരിമേളം? ശിങ്കാരിമേളം ഒരു പ്രത്യേക താളത്തോടു കൂടി, അത് ആൺകുട്ടികളാണ്. അതെ. പ്രത്യേക താളത്തോടു കൂടി ഒരു പാട്ടിനനുസരിച്ച് ചെയ്യുന്ന. അല്ല, അതിന് പഞ്ചായത്തിന് എന്താ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്? അതിന് പഞ്ചായത്ത് സാമ്പത്തിക സഹായം കൊടുത്ത് ആ ട്രൂപ്പിനെ വളർത്തുന്നു. ഈ പാല് കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ ചെലവിലാണോ? 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 11 മണിക്ക് പാൽ നൽകുക പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. പഞ്ചായത്ത് ഫണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കൂട്ടിച്ചേർക്കേണ്ട, അവരെ വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടി ഒരു 5 വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2007 തുടങ്ങി. 2007 പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാ സ്കൂളിലെ അധ്യാപകരെയും, പ്രധാന അധ്യാപകരെയും, PTA പ്രസിഡന്റ്, പിന്നെ റിട്ടയർഡ് അധ്യാപകർ തുടങ്ങിയ ആളുകളെ വിളിച്ചുകൂട്ടി പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം 2012 കുറേയെങ്കിലും മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ഏറെക്കുറെ ഒരു 100-300 പേജ് വരുന്ന അത് അധ്യാപകരുടെ അവരുടേതായ തനതായ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ വലിയൊരു ഹാൻഡ് ബുക്ക്. 11ാം പഞ്ചവത്സര പദ്ധതി. അതെ. അപ്പോൾ അതിന് 2012 ആകുമ്പോഴേക്കും വിജയശതമാനത്തിലും ഗുണനിലവാരത്തിലും പാലക്കാട് ജില്ലയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ വിദ്യാഭ്യാസപരമായി ഇപ്പോൾ ജില്ലയും വിദ്യാഭ്യാസപരമായി പിറകിലാണ്. അതിൽ തന്നെ പിറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും ശ്രമകരമായ ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞ സമത. അത് പഞ്ചായത്ത് അന്ന് വാഗ്ദാനം ചെയ്ത ആ നിർദ്ദേശത്തിൽ ഇവർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള നിർദ്ദേശമായിരുന്നു. ആ നിർദ്ദേശമാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. മാത്രമല്ല പഠന വീട് SC അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പഠന വീട് ഒരു പഞ്ചായത്തിൽ തുടങ്ങണമെന്നാണ് നിർദ്ദേശം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി 5 പഠന വീടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട മുഴുവൻ ചെലവും പഞ്ചായത്ത് തന്നെയാണ് വകയിരുത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അതൊരു കാർഷിക ഗ്രാമമായതുകൊണ്ട് അവിടെ കർഷക തൊഴിലാളികളെ കിട്ടാതാകുമോ എന്നുള്ള ഉത്കണ്ഠ അവർക്ക് ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനായിട്ട് അവരൊരു തൊഴിലുറപ്പ്, ഇതിനെന്താ പറയുക നിങ്ങൾ, കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ തൊഴിലുറപ്പ് പണി 3 മാസം, പിന്നെ 1ാം വിള കൃഷി 3 മാസം, പിന്നെ തൊഴിലുറപ്പ് പണി 2 മാസം, പിന്നെ 2ാം വിള കൃഷി, ഇങ്ങനെ